ഹലോ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഞാനും കുറച്ച് നാളായി ഇങ്ങനെ നീളമുള്ള ഒരു വീഡിയോ ചെയ്തിട്ട്. വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇപ്പം അവധിയൊക്കെ കഴിഞ്ഞ് പിള്ളേരൊക്കെ എല്ലാവരും കോളേജിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കോളേജ് ഷോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് കോളേജിൽ പോകുന്ന കുട്ടികൾക്കും അതുപോലെ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഒക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ വീഡിയോ 2 ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളും, രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ഒരു റൂം, ഒരു ഡോമെട്രിയിൽ ഒന്നെങ്കിൽ ഒരാൾ, 2 പേര്, 3 പേരുള്ള റൂമുകളുണ്ട്. അപ്പോൾ ഇവിടെ എൻ്റെ മോള് പോകുന്നത് 3 പേരുള്ള ഒരു റൂമിലേക്കാണ്. അപ്പോൾ അവർ റൂംമേറ്റ്സിനെയൊക്കെ ഓൾറെഡി സെലക്ട് ചെയ്തു. അപ്പോൾ അവർ കുറച്ച് സാധനങ്ങൾ അവർ ഷെയർ ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് സാധനങ്ങൾ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് അവർ വാങ്ങിക്കുന്നു. അപ്പോൾ അതിൽ ഒരു ടിപ്പിക്കൽ ഡോമെട്രി റൂമിൽ ഇവിടെ ഒരു കട്ടിൽ, ബെഡ്, ഒരു സ്റ്റഡി ടേബിൾ, ചെയർ അത്രയും ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബെഡിങ് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ബെഡ് എന്ന് പറയുന്നത് കട്ടിൽ ഒരു ട്വിൻ XL വലിപ്പത്തിലുള്ള കട്ടിലായിരിക്കും. അപ്പോൾ അതിന് ആ ബെഡിന് വേണ്ടിയിട്ട് ബെഡിങ് നമ്മളൊരു കംഫർട്ടർ വേണം. അപ്പോൾ കംഫർട്ടർ സാധാരണ ട്വിൻ XL ബെഡിന് ട്വിൻ XL സൈസിലുള്ള കംഫർട്ടർ വാങ്ങിക്കാം. പക്ഷേ എൻ്റെ ഇതിൽ അത് ഇച്ചിരി വലിപ്പം കൂടുതൽ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഒരാൾക്ക് പൊതിക്കാനുള്ള കംഫർട്ടറിന് ഒരു ട്വിൻ സൈസ് മതിയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു ട്വിൻ സൈസിലുള്ള കംഫർട്ടറാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ അത് ഒരുപാട് ചൂടാകാതിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് കോട്ടനാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല. സൈസ് ട്വിൻ അല്ലെങ്കിൽ ട്വിൻ XL ആയിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ബെഡ്ഷീറ്റ് വേണം. ബെഡ്ഷീറ്റും ട്വിൻ XL സൈസിലുള്ളതാണ്. അപ്പോൾ ഇത് 2 സെറ്റ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. കളറൊന്നും അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കോട്ടൺ ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ഫിറ്റഡ് ഷീറ്റ്, ഒരു ഫ്ലാറ്റ് ഷീറ്റ്, അതുപോലെ ഓരോ പില്ലോ കേസും ഉണ്ട്. അങ്ങനെ 2 സെറ്റ്. പിന്നെ കുറച്ച് വാഷ് ക്ലോത്ത്സ് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് തുടയ്ക്കാനും ഒക്കെ ആയിട്ട് പിള്ളേർക്ക് വാഷ് ടവല്. പിന്നെ ഉള്ളത് നമ്മളുടെ ഇവിടെ കോമൺ ബാത്റൂമാണ്. അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഷവർ ക്യാഡി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് റെഡിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഷാമ്പു, കണ്ടീഷണർ, പിന്നെ ഒരു ബോഡി ലോഷൻ, ഹാൻഡ് സോപ്പ്, പിന്നെ നമുക്ക് കുളിക്കാനുള്ള ബാർ സോപ്പ്, പിന്നെ നമ്മൾ ഒരു നെയിൽ കട്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇതിവിടെ ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. അവിടെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയുള്ള നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വെക്കാം. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ അത് നനഞ്ഞാലും കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ ഒരു ക്യാരിയർ ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇത് നനഞ്ഞാലും കുഴപ്പമില്ലാത്ത ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് ബാത്റൂമിൽ ഇടാനായിട്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ആൻറ്റി ബാക്ടീരിയൽ വൈപ്സ് ആണ്. ഇതിപ്പോൾ എന്തെങ്കിലും തുടയ്ക്കുകയോ ക്ലീൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. പിന്നെ നമുക്ക് ലോണ്ട്രിക്ക് ഇവിടെ കോമൺ ലോണ്ട്രിയാണ് മിക്കവാറും എല്ലാ കോളേജുകളിലും. അപ്പം അതിന് മിക്കവാറും സ്ഥലത്ത് ഹൈ എഫിഷ്യൻസി വാഷറാണുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോണ്ട്രി ഡിറ്റർജൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഫാബ്രിക് സോഫ്റ്റ്നർ. അപ്പോൾ അത് 2ഉം വേണം. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിയാം. ഇവിടെ നിങ്ങൾ കണ്ടു ഒരു വലിയ മിറർ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ഡോറിൻ്റെ പുറകിൽ ഫിറ്റ് ചെയ്യാൻ, ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു മിററാണ്. ഫുൾ സൈസിലുള്ള ഒരു മിററാണ്. അപ്പോൾ ഇത് ഹാങ് ചെയ്യാനുള്ള സാധനം ഇതിന് മുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മിറർ ഇത് അത്യാവശ്യം വേണമെന്നില്ല. അപ്പോൾ ഈ മിററിൻ്റെ കൂടെ തന്നെ നമ്മുടെ ടേബിളിൽ അപ്പം മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ പിള്ളേർക്ക് നോക്കാനായിട്ട് ഒരു ചെറിയൊരു മിറർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ LED ലൈറ്റ് ഉള്ളതാണ്. ഇത് നമുക്ക് ചൂസ് ചെയ്യാം, ഇഷ്ടമുള്ള സാധനം വാങ്ങിക്കാം എന്നേ ഉള്ളൂ. എന്തായാലും ഒരു മിറർ റൂമിൽ ഉള്ളത് നല്ലതായിരിക്കും. അപ്പോൾ ഇതങ്ങനെ. പിന്നെ നമുക്കുള്ളത് ഹാങ്ങറാണ്. ഇത് ഹാങ്ങർ ഇപ്പം ഞങ്ങൾ ഒരു 24 വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ തുണിയൊക്കെ തൂക്കിയിടാനായിട്ട്.
തുണി ഇടാനായിട്ട് ഒരു ക്ലോസറ്റ് ഓരോരുത്തർക്കും കാണും. അപ്പം അതിൽ ഇടാനായിട്ട് ഇത് ഇവർ കളർ കോഡ് ചെയ്തെല്ലാം ഒരേ കളർ വാങ്ങിച്ചിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഏത് കളർ വേണമെങ്കിലും എങ്ങനെയുള്ള ഹാങ്ങർ വേണമെങ്കിലും വാങ്ങിക്കാം. പിന്നെ ഒരു ഫോൾഡിങ് കൊട വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫോൺ ചാർജേഴ്സ്. ഇത്ര നീളമുള്ള കോഡാണ്. അപ്പം ഇത്ര ദൂരെയാണെങ്കിലും നമുക്ക് ഫോൺ രാത്രിക്ക് ചാർജ് ചെയ്യാൻ പറ്റാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളത് ഇത് സെർച്ച് പ്രൊട്ടക്ടറാണ്. ഇത് പല സാധനങ്ങളും ഒരേ സമയം, ഇപ്പോൾ ഇവർക്ക് ലാപ്ടോപ്പ്, ടേബിൾ ലാമ്പ്, ഫ്രിഡ്ജ്, അങ്ങനെ പല സാധനങ്ങളും കുത്തണമല്ലോ. അപ്പോൾ ഇത് പല സാധനങ്ങൾ ഒരേ സമയം കുത്താൻ പറ്റുന്ന ഒരു സെർച്ച് പ്രൊട്ടക്ടർ. പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു വാട്ടർ ജഗ്ഗാണ്. ഇത് ഫിൽറ്ററുള്ള ഒരു വാട്ടർ ജഗ്. അപ്പം നമുക്ക് വെള്ളം ഫിൽറ്റർ ചെയ്ത് ആണ് സാധാരണ എല്ലാവരും കുടിക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേഴ്സണൽ യൂസിനുള്ള ഒരു വാട്ടർ ജഗ്. പിന്നെ നമുക്ക് പേന, പിന്നെ ഒരു ടേബിൾ ലാമ്പ്. ഇതൊരു ചെറിയ ടേബിൾ ലാമ്പാണ്, നമ്മുടെ സ്റ്റഡി ടേബിളിൽ വെക്കാൻ പാകത്തിന്. അപ്പം ഇതിന് ഇവിടെ ഒരു ഫോൺ ചാർജ് ചെയ്യാനുള്ള ഒരു ചാർജിങ് ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ അത് സൗകര്യമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ടേബിൾ ലാമ്പ്. പിന്നെ ഉള്ളത് നമുക്ക് അത്യാവശ്യം വേണ്ട മരുന്നുകളാണ്. അപ്പോൾ ഇത് ടൈലനോള്, മോർട്ടിൻ. ഇത് നമ്മുടെ നാട്ടിലെ പാരസിറ്റമോള്, ക്രോസിൻ. അപ്പം ഇത് പനി ജലദോഷമൊക്കെ വരുമ്പോൾ അത്യാവശ്യം ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ കുട്ടികളുടെ കയ്യിലിരുന്നാൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയുള്ളത് നമ്മൾക്കൊരു ഗാർബേജ് ക്യാനാണ്. അപ്പോൾ ഇത് നമുക്ക് ചവിട്ടി തുറക്കാവുന്ന ടൈപ്പ് ഒരു ചെറിയ ഗാർബേജ് ക്യാൻ. അപ്പോൾ അതിനകത്ത് വെക്കാനുള്ള പ്ലാസ്റ്റിക് കൂടും ഇതിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കർട്ടൻ റോഡും. അപ്പോൾ വിൻഡോ ഉള്ള റൂമാണെങ്കിൽ വിൻഡോ കർട്ടൻ വേണം. ഇതിപ്പോൾ ഇവർക്ക് അവിടെ കർട്ടൻ ഓൾറെഡി ഉണ്ട്. ഇത് പക്ഷെ നമ്മൾ തുണി ഇടുന്ന കബോർഡിന് ഇവർക്ക് കവറില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് മേടിച്ചേക്കുന്നതാണ് കർട്ടൻ റോഡും. ഇത് റോഡ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, നീളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു റോഡാണ്. അപ്പം ഏത് സൈസിലുള്ള സ്ഥലത്തും ഇത് ഫിറ്റ് ആവും. പിന്നെ നമ്മൾ ഏത് സബ്ജക്റ്റാണോ നമ്മൾ പഠിക്കുന്ന നമ്മുടെ കോഴ്സ് അനുസരിച്ച് ബുക്സ്, പിന്നെ ഇങ്ങനെ കുറച്ച് ഫോൾഡേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രയെണ്ണം വേണം, ഏത് സൈസാണ് വേണ്ടതെന്നൊക്കെ ഓരോ കോഴ്സിൻ്റെ അനുസരിച്ച് സ്കൂളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് വാങ്ങിക്കുക. പിന്നെ നമ്മളൊരു ഓർഗനൈസർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഓർഗനൈസറാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ മേക്കപ്പ് സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പാകത്തിന്. ഇതിപ്പം ഇങ്ങനെ നമ്മൾ ടേബിളിൻ്റെ മുകളിൽ വേണമെങ്കിലും വെക്കാം. ഇത് ഓരോ തട്ട് നമുക്ക് ഊരി എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പം കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് 2 തട്ടായാലും മതിയാകും. ഇതിപ്പോൾ 3 തട്ടുകളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അതങ്ങനെ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു ഷൂ റാക്കാണ്. ഇത് ഷൂ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് 2 തട്ടുള്ളതാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്, 2 or 3 ഒക്കെ. ഇതൊന്നെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഒക്കെ സൂക്ഷിക്കുന്ന ക്ലോസറ്റിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലോ ഒക്കെ വെക്കാൻ പാകത്തിന്, അധികം വലുപ്പമില്ലാത്ത ഇതൊരു 6 പെയർസ് വെക്കാൻ പാകത്തിനുള്ളതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനം ലോണ്ട്രി ബിന്നും കവറുള്ളതാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ ഒന്നുകൂടെയുള്ളത് കോമൺ ലോണ്ട്രി ഏരിയ ആണ് കോളേജിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കൊണ്ടുപോകാൻ എളുപ്പത്തിന് അടിയിൽ വീലുള്ളതാണ് ലോണ്ട്രി ബിൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ റൂമിൽ 3 കുട്ടികളാണുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ ഇവർ ഷെയർ ചെയ്താണ് വാങ്ങിക്കുന്നത്. അപ്പം ഒരു വാക്യൂം ക്ലീനർ ആവശ്യമുണ്ട് റൂം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളത് വാങ്ങിയില്ല, അത് വേറൊരു കുട്ടി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഒരു മിനി ഫ്രിഡ്ജാണ്. അപ്പോൾ ഇത് നമ്മുടെ റൂമിൽ ഓരോ ഡോമിലും അവർക്ക് ഒരു സൈസ് കാണും, ഇന്ന സൈസേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രിഡ്ജാണ് വാങ്ങിച്ചിരിക്കുന്നത്. അധികം വലുതൊന്നുമല്ല, ചെറുത്. അത്യാവശ്യം കുട്ടികൾക്കൊന്ന് സാധനങ്ങൾ വെക്കാൻ പാകത്തിനുള്ള സ്ഥലമേ ഉള്ളൂ. മുകളിൽ ഇങ്ങനെ ഫ്രീസറുണ്ട്. അപ്പോൾ ഇതാണ് വേറൊരു സാധനം. അപ്പോൾ ഇതൊക്കെയാണ് കോളേജ് ഡോം എസെൻഷ്യൽസ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇനിയിപ്പം നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും. അതിപ്പോൾ ഇനി പോകാറായി കഴിയുമ്പോഴായിരിക്കും ചിലപ്പം ഓർക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ ഇത് വീഡിയോ കാണുന്നവർക്കും ഉപകാരപ്പെടുമല്ലോ.
അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി രണ്ടാമത്തെ പാട്ട് ഞാൻ ചെയ്യാം. അത് നമ്മൾ എൻ്റെ മോള് പേഴ്സണലായിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടാമത്തെ പാട്ടിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.